കോട്ടണിൽ നല്ല ബ്ലോക്ക് പ്രിൻറ്റും അതുപോലെ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള സൽവാർ സെറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അത് നല്ല വൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് വരുന്നത്? നല്ല പ്യുവർ വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് അതിൽ ഫുള്ളായിട്ടും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ബ്ലോക്ക് പ്രിൻറ്റും വരുന്നുണ്ട്, അതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറിയും വരുന്ന ക്രോഷിയോയുടെ ലേസും കൊടുത്ത് നല്ലൊരു എംബ്രോയ്ഡറി ചെയ്തിട്ട് ലൈൻസ് പോലെ എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ എംബ്രോയ്ഡറിയുടെ ഉള്ളിൽ കൂടെയൊക്കെ നല്ല സ്വീക്വൻസ് കൊടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ക്രോഷിയോയുടെ ലേസ് വെച്ചിട്ടുള്ള ഒരു ബോർഡറാണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് സിഗ്സാഗ് ഡിസൈനിൽ ഫുള്ളായിട്ടും ഫ്ലോറൽ അല്ല ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പം ഈ സെയിം സിഗ്സാഗ് ഡിസൈനിൽ തന്നെ ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ടോണിൽ വരും. ദുപ്പട്ട നമുക്ക് വന്നേക്കുന്ന ഷിഫോൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നേക്കുന്നത്. അതിൻ്റെ സൈഡിൽ ബോട്ടത്തിൻ്റെ ഫാബ്രിക്കും ഒരു ക്രോഷിയോയുടെ ലേസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. 4 സൈഡിൽ നമുക്ക് ഈ ഒരു ബോർഡർ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. ാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ നമുക്ക് വന്നേക്കുന്നത്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറിയും ബ്ലോക്ക് പ്രിൻസും ആണ് വന്നേക്കുന്നത്. വൈറ്റിൽ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഈ സെയിം പ്രിൻറ്റ് തന്നെയായിരിക്കും നമുക്ക് സ്ലീവിലേക്കും വന്നേക്കുന്നത്. 2.5 മീറ്റർ ടോപ്പിന് ആ ഒരു ലെങ്ത്ത് വരുന്നുണ്ട്. അതുപോലെ ദുപ്പട്ട നല്ല ഷിഫോൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നേക്കുന്നത്. ഷിഫോൺ ദുപ്പട്ട നമുക്ക് നല്ല ക്രോഷിയോയുടെ ലേസൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ബോട്ടം വരുമ്പോഴത്തേക്ക് പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്.